ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ വീക്കെൻഡിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ട്, ഡിന്നർ റെസിപ്പി ഉണ്ട്, അതുപോലെ പുറത്ത് പോയപ്പം ഉള്ള കാഴ്ചകളും പിന്നെ നമ്മുടെ ഗിവ് എവേനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ തൊട്ട് നമ്മുടെ പുതിയ ഗിവ് എവേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയ ഗിവ് എവേക്ക് നമുക്ക് ഗിഫ്റ്റ്സ് ഒക്കെ സ്പോൺസർ ചെയ്യുന്നത് റോയൽഫോർഡ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റോയൽഫോർഡിൻ്റെ പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോയൽഫോർഡിൻ്റെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, വിഗ്മി എന്നാണ് പേര്. ആ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ട്സും അതിൻ്റെ വിലകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ പിൻഡ് കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് ഈ ഐഷസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇവരുടെ ഈ റോയൽഫോർഡിൻ്റെ FB പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചിലർക്ക് FBയും ഇൻസ്റ്റ ഒന്നും ഇല്ലയെന്ന്. അപ്പോൾ ഉള്ളവർ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്കൊരു ഗിഫ്റ്റ്സ് ഒക്കെ സ്പോൺസർ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ കഴിയുന്നതും ചെയ്യാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു. അത് പിന്നെ ബാക്കി ഗിവ് എവേ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം വീഡിയോ മൊത്തമായിട്ട് കാണാം, പിന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറ്. അല്ലെങ്കിൽ സാധാരണയായിട്ട് പുട്ട്, ദോശ, ഇഡ്ഡലി ഇതൊക്കെ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ പുതിയ പാൻ കേക്ക് മേക്കർ കിട്ടിയാണല്ലോ റോയൽഫോർഡിൻ്റെ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് റോയൽഫോർഡിൻ്റെ സ്ലൈസറാണ്. അപ്പോൾ അതിൽ ഞാൻ പൊട്ടാറ്റോ ഒന്ന് സ്ലൈസ് ചെയ്ത് നോക്കി. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഭയങ്കര സ്മൂത്തായി. നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്യുന്നതിന് നമുക്ക് തന്നെ തോന്നില്ല, അത്രയും സ്മൂത്തായിട്ടാണ് പോകുന്നത്. നമ്മൾ ഈ ആഡിലൊക്കെ കാണുമല്ലോ, പരസ്യത്തിലൊക്കെ കാണുമല്ലോ, അതേപോലെ തന്നെ നന്നായിട്ട് തന്നെ അത് സ്ലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സ്ലൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം ഒരേ തിക്നെസ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ സാധാ സ്ലൈസിങ് ബ്ലേഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ സവോള എന്ന് അതേപോലെ സ്ലൈസ് ചെയ്ത് നോക്കി. അപ്പം സവോളയും നല്ല കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ അതാ നന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അതിൽ സ്ലൈസ് ചെയ്തപ്പം. അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബ്ലെൻഡറിലേക്ക് 1 കപ്പ് വെള്ളവും 1 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ ഒരു പിടി ചോറും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ തൈരും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് തിക്നെസ്സിൽ തന്നെ വേണം അരച്ചെടുക്കാൻ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. അപ്പം ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പാൻ കേക്ക് അല്ല, ആ ഒരു പാൻ കേക്കിൻ്റെ പാനിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതുപോലെ വേറൊരു ബൗളിൽ ഒരു മുട്ട മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മുട്ട കൊണ്ട് നമുക്ക് 2 പാൻ കേക്കിൻ്റെ ഒരു പാത്രത്തിൽ 2 ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ 1 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ റോയൽഫോർഡിൻ്റെ പാൻ കേക്ക് മേക്കറാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ റിവ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അതിൽ ഞാൻ മുമ്പ് ഈ ഒരു ദോശയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ കനം കുറച്ചിട്ടായിരുന്നു ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ പാൻ കേക്കിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഞാനൊരു 3 പാൻ കേക്കിൻ്റെ ഇതിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ടല്ലോ, അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള പാൻ കേക്കിൻ്റെ 4 ഇതിൽ പാൻ കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ബർഗറിൻ്റെ പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പൊട്ടാറ്റോ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നാൽ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് സവോള ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾക്ക് മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ മുട്ടയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് പിന്നെ അതുപോലെ ക്യാബേജ് അതൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ മുട്ട മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ നമ്മുടെ ദോശ ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ കാണാൻ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പാനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ പാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഇതിൽ നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല യൂസ്ഫുൾ ആകും എന്തായാലും. അപ്പോൾ ദോശയുടെ 2 വശവും കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുട്ട പൊട്ടാറ്റോയും കൂടി ഉള്ളത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ പൊട്ടാറ്റോ സ്ലൈസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാൻ പറയാനും വിട്ടുപോയി. അപ്പോൾ പൊട്ടാറ്റോയിൽ ചെറുതായിട്ടൊന്ന് ഉപ്പ് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെ സെർവ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാൻ കേക്ക് എടുക്കുക. അപ്പോൾ അതിന് മുകളിൽ ഇപ്പോൾ ഇങ്ങനെയും വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ തിരിച്ചും വെച്ച് കൊടുക്കാം. നമ്മുടെ മുട്ടയും പൊട്ടാറ്റോയും കൂടി ഉള്ളത്. അതിന് മുകളിൽ വേറെ ഒരു പാൻ കേക്ക് വെച്ചെടുക്കുക. ഇതിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാം, അല്ലെങ്കിൽ നമുക്ക് സോസൊക്കെ ചേർത്തിട്ടും ഇത് നമുക്ക് സെർവ് ചെയ്തെടുക്കാം കേട്ടോ, പ്ലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ബർഗർ കഴിക്കുന്ന പോലെ വേണമെങ്കിൽ അകത്ത് വെജിറ്റബിൾസ് അല്ലെങ്കിൽ തക്കാളിയൊക്കെ സ്ലൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. പിന്നെ അതുപോലെ ഈ റോയൽ ഫുഡിൻ്റെ പാൻ കേക്ക് മേക്കർ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ പാൻ കേക്ക് ഉണ്ടാക്കാനുള്ളതാണ്. ഞാനിപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാം, പാൻ കേക്ക് മാത്രമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ജുമുള്ള ദിവസമല്ല, അപ്പോൾ നമ്മൾ ജുമ കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഭക്ഷണമാക്കാമെന്ന് വിചാരിച്ചു ഉച്ചത്തേക്കുള്ളത്. അപ്പോൾ അജ്മാനിലെ മുക്കത്തെ മക്കാനിൽ നിന്നാണ് നമ്മൾ ബിരിയാണി കഴിച്ചത്. പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം മുമ്പേ നമ്മളവിടെ റിവ്യൂ ചെയ്തായിരുന്നു. അപ്പം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം അവിടുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് വരുന്ന വഴി ഇതുപോലെ കുറേ കടൽക്കാക്കകൾ ഇങ്ങനെ കളിക്കുന്ന കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ജസ്റ്റ് റോസൂന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വണ്ടി നിർത്തിയതാണ് കേട്ടോ അവിടെ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ടിരുന്നു. അപ്പോഴാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ കാർബൂട്ട് ബസാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് കണ്ടത്. അപ്പോൾ ജസ്റ്റ് അതെന്താണെന്ന് അറിയാൻ വേണ്ടി കുറേ പേര് അവിടെ പോകുന്നത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. ഇത് അജ്മാൻ ഹോട്ടലിൻ്റെ അടുത്തായിട്ട് വരും ഈ ഒരു കാർബൂട്ട് ബസാർ. പിന്നെ നമ്മൾ മുക്കത്തെ മക്കാനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് കാണാം. അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയില്ല, പക്ഷേ അബായ കൊള്ളാട്ടോ. 60 ദിർഹംസാണ് അബായക്കൊക്കെ. എന്താ പറയുക, ഒട്ടും മോശം പറയില്ല. തുണിയാണെങ്കിലും ഓക്കെ, ആ വർക്കാണെങ്കിലും ഓക്കെ, എല്ലാം ഓക്കെയാണ്. പിന്നെ ബാക്കി എന്താണെന്നൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. എല്ലാത്തിനും 60 ദിർഹംസാണ്, 60 ദിർഹംസാണ് അവർ പറഞ്ഞത്. വർക്കൊക്കെ കണ്ടിട്ടും തുണി കണ്ടിട്ടൊക്കെ നന്നായിട്ട് തോന്നി. പിന്നെ ഒരുപാട് പേര് വാങ്ങിക്കുന്നതും കണ്ടു കേട്ടോ. പിന്നെ അവിടെ ഇതുപോലെ ഫുഡ് ഐറ്റംസ് കുറേ ഉണ്ട്. കൂടുതലായിട്ടും അറബ് സ്നാക്സും അറബ് സ്വീറ്റ്സും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് വന്നുകൊണ്ട് വല്ലാണ്ട് ഇതൊന്നും കഴിക്കാനും തോന്നിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുള്ളൂ കേട്ടോ. കാരണം ആ ഒരു ടൈമല്ലേ, വൈകിട്ട് ആയിട്ടില്ലല്ലോ. വൈകിട്ടാണ് കൂടുതലായിട്ടും ഇവിടെ ആളുകൾ വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. പൊതുവേ എനിക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പ്രത്യേകിച്ച് അറബ് സ്വീറ്റ്സ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും അറബ് സ്വീറ്റ്സ് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചാനലിൽ. പിന്നെ ഒരുപാട് വേറെയും സ്റ്റോളുകളുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. ഡ്രസ്സ് ഐറ്റംസ് കുട്ടികളുടെയൊക്കെ ആയാലും അതൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ആ ഒരു ക്വാളിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഒന്നും.
പിന്നെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. റിനു എന്തൊക്കെയോ ബുക്സ് വാങ്ങിച്ചു, അത്ര തന്നെ എടുത്തുള്ളൂ. അങ്ങനെ പോകുന്ന വഴിയാണ് ഈ ബെഡ്ഷീറ്റുകൾ കണ്ടത്. ഞാൻ മുമ്പൊരു ദുബായ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ഇതുപോലെ ബെഡ്ഷീറ്റ് കണ്ടു. തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതേപോലത്തെ ബെഡ്ഷീറ്റാണ്, ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റാണ്. 25 ദിറംസാണ് അവർ പറഞ്ഞത്. കണ്ടിട്ട് നല്ല ക്വാളിറ്റിയൊക്കെ തോന്നി. എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്തായാലും വേണ്ടിയില്ല ഒന്ന് വാങ്ങിക്കാൻ വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട് കേട്ടോ സംഭവം കാണാൻ. അപ്പോൾ ഞാൻ 2 സെറ്റ് ബെഡ്ഷീറ്റും വാങ്ങിച്ചു അവിടുന്ന്. പിന്നെ ഫിഷിങ്ങിൻ്റെ കുറച്ച് കാര്യമായിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ ബെഡ്ഷീറ്റും കുറച്ച് ബുക്സും മാത്രമേ വാങ്ങിച്ചുള്ളൂ, വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമ്മളവിടുന്ന് വീട്ടിലേക്ക് പോന്നു. ജസ്റ്റ് ഒരു ചെറിയൊരു ഔട്ടിങ് അത്രയേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാനാണ് മെയിനായിട്ട് പോയത്, ഉച്ചത്തേക്കുള്ള ഫുഡ് കഴിക്കാനാണ് പോയത്. ഉച്ചത്തേക്ക് ബിരിയാണി കഴിച്ചപ്പോൾ പിന്നെ വൈകിട്ട് പിന്നെ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് നുറുക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കുതിർന്ന് കിട്ടുമല്ലോ. കുറച്ച് ചൂടുവെള്ളത്തിലാണ് കുതിർത്ത് വെച്ചത്. അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗോതമ്പ് നുറുക്ക് കേട്ടോ, ബ്രോക്കൺ വീറ്റ്. ലുലുവിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചപ്പോഴത്തേന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം 1 കപ്പ് ഗോതമ്പ് നുറുക്കാണെങ്കിൽ ഒരു 2 കപ്പ് വെള്ളം വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ കേട്ടോ. 2-2.5 കപ്പ് വേണ്ടി വരും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഗോതമ്പ് നുറുക്ക് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഇത് ഇക്കാക്കും മക്കൾക്കും വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ പ്രഷർ കുക്കറിന് വിസിൽ വന്നിട്ടുണ്ട്. 4 വിസിൽ വന്നിട്ട് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. അപ്പോഴേക്കും ഞാൻ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ചിക്കൻ സാധാരണ വറ്റിച്ചെടുക്കില്ല, ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മസാലപ്പൊടികൾ ഇതെല്ലാം കൂടി ചിക്കനിൽ കുഴച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ച ശേഷം കുറച്ച് നന്നായിട്ട് വെന്ത ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചു. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ച ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് മഷ്റൂമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മഷ്റൂം. അപ്പോൾ മഷ്റൂം നല്ല സ്ലൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒരു 5-6 മഷ്റൂം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ മഷ്റൂമിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. അപ്പോൾ ലാസ്റ്റ് വേണം മഷ്റൂം ഇട്ട് കൊടുക്കാൻ. മഷ്റൂം അധികം വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഫ്രോസൺ ചപ്പാത്തിയാണ് ഇപ്പം ഇതിലേക്ക് സൈഡായിട്ട് എടുക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് ഗോതമ്പുണ്ട്, പിന്നെ ചിക്കൻ വേവിച്ച് വെച്ചില്ല. ഇനിയിപ്പോൾ അതിലേക്ക് ഇനിയിപ്പം ദോശ ഒന്നും ഉണ്ടാക്കാൻ വയ്യ. അപ്പോൾ പിന്നെ ഞാൻ ചപ്പാത്തി ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ ഒരു പാനിൽ ഞാൻ വറവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചിക്കനും മഷ്റൂമും കൂടിയുള്ള ആ ഒരു കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഈ വറവിട്ടത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും മഷ്റൂമും കൂടി ചേർത്ത് നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ച് വെക്കുകയാണ്, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട്. അതുപോലെ നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചൊന്ന് വെള്ളം കൂടിയിട്ടുണ്ട്. ഞാൻ 1 കപ്പ് ഗോതമ്പ് നുറുക്കിന് 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്രയും വേണ്ട. എന്നാലും വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, ഇതുപോലെ മാറ്റി വയ്ക്കാമല്ലോ. കാരണം വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ അത് കേടാണ്, കാരണം പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കട്ടിയിൽ കുറുകി വരും. ആ തേങ്ങയുടെ ഫ്ലേവർ നന്നായിട്ട് ഇതിൽ പിടിക്കണം. അപ്പോൾ ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള എൻ്റെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡിന്നറാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് കേട്ടോ, പ്രഗ്നൻസിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഗോതമ്പ് നുറുക്ക് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ ലാസ്റ്റ് ചൂടോട് കൂടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് മേലെ തൂവി കൊടുത്തിട്ടാണ് കഴിക്കാറ്. അപ്പോൾ നല്ല സ്വീറ്റായിട്ടുള്ള ഒരു പാകം മധുരത്തിലുള്ള എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിന്നറാണ്.
ഞാൻ മിക്ക ദിവസവും ഈ ഗോതമ്പ് നുറുക്കാണ് ഡിന്നറിന് കഴിക്കാറ്. ചിലപ്പോൾ ചോറുണ്ടെങ്കിൽ ചോറ് ചെറുതായിട്ടൊന്ന് കഴിക്കും. അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗിവ് എവേനെ പറ്റിയിട്ട് പറയാം. ഇന്നത്തെ ഗിവ് എവേ സ്പോൺസർ ചെയ്യുന്നത് റോയൽഫോർഡ് ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം റോയൽഫോർഡിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. റോയൽഫോർഡിൻ്റെ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മുടെ ഗിവ് എവേയിൽ ചോദിക്കാൻ പോകുന്നത്. ഞാൻ തൊട്ട് മുമ്പത്തെ റോയൽഫോർഡിൻ്റെ റിവ്യൂ വീഡിയോയിൽ 4ാമതായിട്ട് റിവ്യൂ ചെയ്ത റോയൽഫോർഡിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേരെന്താണെന്നാണ് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് സ്പേസ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, എന്നാലും ആ ഒരു പ്രൊഡക്റ്റ് ഏകദേശം എന്താണെന്ന് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. 4ാമതായിട്ട് റിവ്യൂ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ റോയൽഫോർഡ് 2 ഗിഫ്റ്റ്സാണ് സ്പോൺസർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനായിട്ടൊരു സർപ്രൈസും വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഗിവ് എവേയിൽ പങ്കെടുക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.